നമസ്കാരം. ചിന്നക്കനാൽ ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായ മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞു. ജനവാസ മേഖലയിലെ ശല്യക്കാരനായ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിലേറ്റ പരിക്കുകളാണ് ആന ചെരിയാൻ കാരണമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. വെള്ളിയാഴ്ച വൈകിട്ടോടെ ചിന്നക്കനാൽ 60 ഏക്കർ ചോല ഭാഗത്ത് അവശനിലയിൽ കണ്ടെത്തിയ മുറിവാലൻ കൊമ്പൻ ബാലൻസ് തെറ്റി നിലംപതിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ചെരിഞ്ഞത്. 45 വയസ്സിലേറെ പ്രായമുണ്ടെന്നാണ് നിഗമനം. കഴിഞ്ഞ മാസം 21-ന് ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും ഏറ്റുമുട്ടിയിരുന്നെന്നും മുറിവാലൻ കൊമ്പൻ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നുമാണ് പ്രദേശവാസികൾ വനപാലകരുമായി പങ്കിട്ട വിവരം. ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മുറിവാലന്റെ പിൻഭാഗത്തുനിന്നും രക്തം വാർന്നിരുന്നെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളിയാഴ്ച നടത്തിയ നിരീക്ഷണത്തിൽ ആന ഇടതുകാൽ വലിച്ചു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള നീക്കത്തിനിടെയാണ് വീഴ്ചയിലായതെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ആനകൾ തമ്മിൽ കുത്തുകൂടിയെന്നും മുറിവാലൻ കൊമ്പൻ അലറിക്കൊണ്ട് ഓടുകയായിരുന്നെന്നും നാട്ടുകാർ പറയുന്നു. ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും ഞങ്ങൾ ഇവൻ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. ഞങ്ങൾ റോഡിൽ നിൽക്കുന്നു, ഇവൻ താഴെ പ്ലാവ് ഉരുക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നിന്നോ അന്നേരം നമ്മുടെ ചക്കക്കൊമ്പൻ ഓടി വന്ന് ഇവർ രണ്ടും കൂടെ അടിയുണ്ടാക്കി. ഇവൻ കാറിക്കൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ മുറിവാലം കാറിക്കൊണ്ട് ഓടി. അപ്പോൾ ആറാട്ടുകാരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ചേട്ടാ പോരുന്നോന്ന് ചോദിച്ചു. മറ്റേ റോട്ടിൽ കയറിയ പ്രശ്നമാകും വരുമെന്ന് ചോദിച്ചു. ആണ് ഞാനും പോരാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങ് സിന്ധുവാലം വരെ പോയി തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെയും ചക്ക നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ അവർ ആറാട്ടുകാരും കൂടി ചക്കയിൽ പിടിച്ച് വെച്ച് അവരും പോയി, ഞങ്ങൾ പിന്നെ കയറി കിടന്നു. ആ പോക്ക് പിന്നെ പോയിട്ട് പിന്നെ മുറിവാലൻ തിരിച്ചു വന്നിട്ടില്ല. അടിയിലായിരുന്നു ഉറപ്പാണ്, കാരണം ഭയങ്കര കാർച്ചയായിരുന്നു. അലറിക്കൊണ്ടാണ് മുറിവാലൻ കയറി ഓടിയത്. അന്ന് പിന്നെ ആറാട്ടുകാരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആന വന്നപ്പോൾ ഞാൻ ആറാട്ടുകാരെ വിളിച്ചായിരുന്നു. അവർ വന്നു. ആറാട്ടുകാർ കുറേ പടക്കമൊക്കെ പിടിച്ചു, പക്ഷെ അവൻ പോയില്ല. കുറച്ച് എവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല. അന്നേരം തന്നെ അരിക്കുമ്പം വന്നു. പിന്നെ ഇവർ രണ്ടും കൂടെ അടിയായി. അന്നേരം തന്നെ മുറിവാലൻ വിട്ടു പോകുകയായിരുന്നു. ആ പോക്ക് ഞങ്ങൾ സിവിലാനം പറഞ്ഞ് ഞങ്ങൾ ആറാട്ടുകാരെ വിളിച്ച് ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി നോക്കി, പിന്നെ അവനെ കണ്ടില്ല. ആറാർത്തിയെ വിളിച്ചു. ആറാർത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനും കൊച്ചും ഇവിടെ, ചേട്ടൻ ആറാർത്തിയുടെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരത്തേനും ആന കാർന്ന് കേട്ടപ്പോഴത്തേനും ആറാർത്തി പറഞ്ഞ് വീട്ടിൽ ഇരിക്കണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആന കാറി ഒരൊറ്റ. അന്നേരത്തിന് അക്കരെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു ആന അതിൻ്റെ കടന്നു പോയി, പറന്നാ പോയെന്ന് പറഞ്ഞു.